നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കേരള ക്യൂസിൻ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സോയാ ചങ്ക്സ് വെച്ചിട്ട് ഒരു പുലാവിന്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ നമുക്ക് വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ചില സമയത്ത് ബിരിയാണി കഴിക്കാൻ ഒരു ക്രേവിങ്സ് ഒക്കെ വരും അല്ലെ? ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. സോയാ ചങ്ക്സ് പുലാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുക്ക് ചെയ്തിട്ടുള്ള സോയാ ചങ്ക്സ് ആണ്. ഒന്നുമില്ല, ജസ്റ്റ് ഒരു 10 മിനിറ്റ് നല്ല തിളച്ച് വരുന്ന വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് നന്നായി കഴുകിയെടുത്തിട്ടുള്ള സോയാ ചങ്ക്സ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇനി അതൊന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്തിട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ തൈര് കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. സോയ ചങ്ക്സിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ മസാല എല്ലാം പിടിക്കണം. അത് കഴിഞ്ഞിട്ട് ഇതൊരു 20 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ ടൈമിൽ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലയൊക്കെ റെഡിയാക്കിയിട്ടെടുക്കാം. മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത്. നോൺ സ്റ്റിക്ക് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി നോൺ സ്റ്റിക്ക് പാൻ അല്ലെങ്കിൽ നമുക്ക് കുക്കറും യൂസ് ചെയ്യാവുന്നതാണ്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിനുശേഷം കുറച്ച് വോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 1 പിഞ്ച് പെരിഞ്ജീരകം, ഒരു ചെറിയ പീസ് പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്ക, ഒരു ചെറിയ സ്റ്റാർ അനൈസും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു വലിയ സവോള ചെറുതാക്കി മുറിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ സവോളയാണെങ്കിൽ 2 ചേർക്കാവുന്നതാണ്. ഇനി ഈ സവോളയൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരണം. അപ്പോൾ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ദാ ഇത് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ ആ റോ ടേസ്റ്റ് പോകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിന് വേണ്ട സ്പൈസസ് ചേർത്ത് കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ആ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതാക്കി മുറിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അതോടുകൂടി തന്നെ 1 കപ്പ് കാപ്സിക്കം കൂടി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. അധികം കുക്കാവേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് നല്ല പോലെ ഇളക്കി കൊടുക്കുക. അഞ്ച് മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ 1 കപ്പ് ബസ്മതി റൈസ് ആണ് എടുത്തിരിക്കുന്നത്. അത് 1/2 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ആണ്. അതൊക്കെ വെള്ളം വാർത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മല്ലിയുടെ ഇലയും പുതിന ഇലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കണം. അതിനാവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓരോ റൈസ് അനുസരിച്ചിട്ട് മാറ്റം വരും. ഇനി ഇത് പ്രഷർ കുക്കറിലാണ് ചെയ്യുന്നതെങ്കിൽ 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 വിസിൽ. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ വെജിറ്റബിൾ പുലാവ് റെഡി ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് പാനിലായതുകൊണ്ടാണ് ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പോ ഗരം മസാലയോ എന്തെങ്കിലും ടേസ്റ്റ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ ഉപ്പും 1 നുള്ളു ഗരം മസാലയും 1 ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുത്തിട്ട് ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഇനി ഇതൊന്ന് തിളച്ച് വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ നമുക്കൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം.
ഒരു 15 to 20 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ നമ്മുടെ പുലാവ് റെഡി ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ഇടയിലൊന്ന് തുറന്നു നോക്കി ഇളക്കി ഇനി ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ നമ്മുടെ പുലാവ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതെനിക്കൊരു 20 മിനിറ്റ്സ് എടുത്തു കേട്ടോ കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയുടെ ഇലയും പുതിന ഇലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ചൂടോട് കൂടി തന്നെ കഴിക്കാം. ഒരു റൈത്തി കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവർക്കും സോയ ചങ്ക്സ് പുലാവ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് പ്രഷർ കുക്കറിലും ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.